ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എംഎവർ. ഇത് നമ്മൾ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കണ്ട ഗൈസ് ഇപ്പോഴും അയൺ ആർമർ ഇരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് നമുക്ക് പുതിയ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്ന് സത്യം പറയില്ല ഗൈസ്. ഇന്ന് എനിക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആണിത്. നമുക്കിവിടെ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ സ്റ്റോറേജ് ഞാൻ ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വെളിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ്. ഞാൻ അതിൽ പിന്നെ ഇതിനകത്ത് കയറിയില്ല സത്യം പറഞ്ഞ്. ഒരു ബക്കറ്റ് എടുത്തേക്കാം, ഒന്നും ആവശ്യം വരില്ലല്ലോ. അതിലായാലും ജസ്റ്റ് ഞാൻ ഇവിടെ ചെറിയ ഫാം സെറ്റ് ചെയ്തായിരുന്നു. കുറച്ച് വീറ്റൊക്കെ ഞാൻ വന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏതാ എൻ്റെ ഫാം? ലക്ഷറി ഫാമാണിത്. ഇവിടെ നിന്ന് എത്ര ഞങ്ങൾക്ക് ആവശ്യത്തിന് എന്താണെന്ന് ചെയ്യാം. ഇത് എത്ര നിർത്തിയ ഫാമാണ്. ഏതാ ഇനിയിപ്പം കുറച്ച് വെള്ളം എടുക്കണം. ഇവിടെ ഡേർട്ട് ഈ സീഡ് കുറച്ച് കിട്ടുമായിരിക്കും. ഇത് എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് സോൾവ് ചെയ്ത് തരണം. ചേച്ചി ഇങ്ങനെ നോർമലി സീഡ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ ഫോർച്യൂൺ 3 ഉള്ള ഇതിൽ ആക്സോ പിക്കാക്സോ ഹോയോ ഹോയ്ക്കകത്ത് ഫോർച്യൂൺ 3 ഇടാൻ പറ്റും. അപ്പോൾ ചേച്ചി ഞാൻ അതിലേതെങ്കിലും കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ എടുത്ത് സീഡ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും എനിക്ക് സീഡ് കിട്ടുമോ? അങ്ങനെ എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. അതിലൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഗൈസ് നമുക്ക് ഈ വീറ്റ് മാത്രമല്ല കുറച്ചുകൂടി ക്യാരറ്റൊക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഗോൾഡൻ ക്യാരറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ. ഏതാ ഗോൾഡൻ ക്യാരറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ റിച്ച്. ഏത് ലാഗി പരിപാടിയാണ് എന്താ ചെയ്യാൻ. കുഴപ്പമില്ല, കുറച്ച് വീറ്റ് കിട്ടിട്ട് കൊള്ളതായിട്ട് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. എല്ലാം വേണ്ടേ? വേൾഡൊക്കെ ആകുമ്പോൾ ഒരു ഫാമൊക്കെ വേണ്ടേ? കുറേ 7 വീറ്റ് ഇട്ടിട്ടുണ്ട്. അത് നട്ടുവച്ചിട്ട് പോയേക്കാം. എവിടെ നടും? തീർന്നു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടുവച്ചാണ്. എൻ്റെ കുറേ സീരിയൽപ്പുണ്ടായിരുന്നു ഗ്യാസ് ഫുഡില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയി നോക്കണം. ഇന്ന് അതാണ് പരിപാടി. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് പരിപാടി. ഇവിടെ ഡയറക്റ്റ് അതിങ്ങെടുത്തേക്കാം. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തേക്കാം. നമ്മളിനി എവിടെങ്ങാനും വീഴാൻ പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രോയാണേ. വാട്ടർ ബക്കറ്റ് ക്ലച്ചൊക്കെ ചെയ്യുവേ. അതാ വഴി കേട്ട് സുഖമില്ല എടുത്ത് കഴിഞ്ഞാൽ നടക്കും നടക്കാം. അതെ ബാ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ വില്ലേജിൻ്റെ സൈഡിലോട്ടെല്ലാം കുറച്ച് ഞാൻ പോയതാണ്. പിന്നെ ബാക്ക് സൈഡിൽ നിന്നല്ലേ ഞാൻ വന്നേ. ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോയി നോക്കാം. ഇവനെന്തോ ഇവിടെ ഒന്നും ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എന്തൊരു കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ നടന്ന് കുറച്ചിങ്ങോട്ട് വന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കണം. ഒന്നുമില്ല, ഫുള്ളിങ് മരം. റിവീനാണ് കേസ്. റിവീൻ ഇത് ചെറിയ റിവീൻ കേട്ടോ. താഴെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അയ്യേ താഴെ ചാടാൻ പറ്റുമോ? കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. താഴെ ഇറങ്ങും. ഗെസ് ചാടണം. ഹാർഡ് കോറാണ് പക്ഷേ ഗെസ് റിസ്ക് എടുക്കണം. കുഴപ്പമില്ല. ഇതൊക്കെ എത്ര കണ്ടേ. ചടിയേക്കാം. ഇപ്പം ചാലേ ചത്തില്ല ഗെസ്. ഞാൻ തന്നെ പ്രോ പ്ലെയർ. ഇതൊക്കെ ഏതാ ഇവിടെ കോൾ ഏർപ്പെട്ട് കോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തെണ്ടുമായിരുന്നു കോളിന്. അവിടെ ഒരു കുഴി കുഴിച്ച് ഞാൻ എവിടെ വരെ പോയിട്ടാണ് എനിക്ക് കുറച്ച് കോൾ കിട്ടിയെന്നറിയാം. ഈ കോൾ ഫുള്ള് എനിക്ക് വേണം. എല്ലാം കോളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഇപ്പോൾ മൈനിങ്ങിന് വേണമെങ്കിൽ തന്നെ മറ്റേ ടോർച്ച് ഉണ്ടാക്കണം. നല്ല കോൾ വേണം. ഇതിനകത്തൊന്നും ഒറ്റ കോളും ഇല്ല. എൻ്റെ വീട്ടിൽ ഇരുന്ന് ഒന്നുമില്ലായിരുന്നു അവിടെ. ഏതാ തീർന്നാ? തീർന്നു. അത്രയും കോൾ ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. അതുപോലെ ഏത് ഈ അയൺ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട് ചേച്ചി. ഞാനൊരു ഫിഷ് ഫാം എന്തായാലും ഉണ്ടാക്കും. ഓട്ടോമാറ്റിക് ഫിഷ് ഫാം. ഓട്ടോ ക്ലിക്കർ വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എല്ലാം സെറ്റാണ്. നമുക്ക് എൻചാൻറ്റഡ് ബുക്കൊക്കെ കിട്ടും. എൻ്റെ നേരത്തെ വേൾഡിൽ അങ്ങനെ ആയിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു.
അതിട്ടാണ് മാക്സിമം നമുക്ക് ഇത് എൻജാൻ്റെ ഒരു ബുക്ക് കിട്ടും, മറ്റേ പഫർ ഫിഷ് കിട്ടും. അതുകൊണ്ട് നമുക്ക് മറ്റേ വാട്ടർ ബ്രീത്തിങ് പോർഷനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈയാണ് കയറിയിട്ട് പഫർ ഫിഷ് വെച്ചല്ലേ വാട്ടർ ബ്രീത്തിങ് പോർഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് വാട്ടർ ബ്രീത്തിങ് പോർഷനൊക്കെ ഉണ്ടാക്കാം. ഇതുവഴി നമുക്ക് അറിയാം. മേടിച്ചിരുന്നതിന് മുമ്പ് ശ്വാസം മുട്ടി ഞാൻ ചാവോ? ഏയ് ഇല്ല, ചിലപ്പോൾ ഫുഡ് തീരാൻ സാധ്യതയുണ്ട്. താഴെ പോയില്ല, പോയില്ല. ഞാൻ പറഞ്ഞത് ഫിഷ് ഫാം. ആ ഫിഷ് ഫാം നമുക്ക് സെറ്റ് ചെയ്യണം. അതുണ്ടെങ്കിൽ നമുക്ക് എൻജാൻറ്റഡ് ബുക്കും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. എന്തോ ഇപ്പോൾ ബോയ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫിനിറ്റി മെൻറ്റിങ് ഉള്ള ബോയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പോലും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മറ്റേ എത്ര അയ്യോ ഫിഷിംഗ് റോഡിനകത്ത് മറ്റേ ലൂർ 3 ലക്ക് ഓഫ് ദ സീ ഒക്കെ ആഡ് ചെയ്താൽ മതി. ലൂർ 3 ലക്ക് ഓഫ് ദ സീ വേറെ ഏതാണ്ടൊരു സാധനം ഉണ്ടാകും, ഞാൻ മറന്നു പോയി. നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എൻ്റർ ഡ്രാഗനെ കൊല്ലാൻ പോയ ആ വീഡിയോയ്ക്കകത്തുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ വേൾഡിനകത്ത് എൻ്റെ കയ്യിൽ ആ ഫിഷ് ഫാം ഉണ്ടായിരുന്നു, കിട്ടുന്ന ഫിഷ് ഫാം. ഇപ്പോൾ കുറച്ച് നേരം പക്ഷേ AFK നിൽക്കേണ്ടി വരും. അതിനകത്ത് ലെവലും കിട്ടും നമുക്ക്. നമ്മളിപ്പോൾ എൻജാനിക് സ്റ്റേഷൻ ഉണ്ടാക്കിയാലും നമുക്ക് അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിനകത്ത് ലെവലും കിട്ടും. അപ്പം അത് മിക്കവാറും സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ ഇതിനകത്തല്ലാതെ ഞാൻ പോയി ബുക്കൊക്കെ കണ്ടുപിടിച്ച് വരുവാണെങ്കിൽ എന്നുവെച്ചാൽ XP ഫാം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ചാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹാർഡ് കോർ വേൾഡ് ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മോബ് സ്പോണർ ഇല്ലാത്തത് കൊണ്ടും എന്തായാലും അത്ര ഒന്നും ചിന്തിക്കുന്നില്ല. വയസ്സ് നൈറ്റായി, ഞാൻ ഇവിടെ പോയി കുറച്ച് ബെഡില്ല, ഇവിടെയില്ല. കൊള്ളാം ഗൈസ്. നമുക്ക് ആ വില്ലേജിൻ്റെ പുറകെ പോയി നോക്കാം. അപ്പോൾ അവനിവിടെ പോയി ഉറങ്ങുന്നതാണ്. ഇത് അതാണ് എൻ്റെ വീട്. അവിടെ ബെഡുണ്ട് ഗൈസ്. ഉറങ്ങും. ചെസ്റ്റിനകത്ത് എന്തുള്ളത്? സാപ്ലിങ്. എന്ത് സാപ്ലിങ്? ഒക്കേഷ്യ. യൂസ് ചെയ്തിട്ടില്ല, പിന്നെ കുഴപ്പമില്ല, ഇരിക്കട്ടെ. ദിവസം ഒന്ന് ഉറങ്ങി എണ്ണീറ്റേക്കാം. ഇനി തിരിച്ച് ബേസ് വരെ പോകണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇതും തരും. ഗൈസ് ഈ ബുക്ക് എല്ലാം കൂടെ എടുത്തോണ്ട് പോയാലേ. പക്ഷെ ഇത് എടുക്കണോ? ഇല്ല, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ലാക്ടൺ എടുത്തോണ്ട് പോവാം. ഒന്ന് അത് വെച്ച് എന്തായാലും നമുക്ക് ആവശ്യം പറ്റും. എടുക്കണ്ട. നമുക്ക് മറ്റേ ലൈബ്രറിയൻ ഉണ്ടല്ലോ, പയ്യന് പിന്നെ പണിയൊന്നും ഇല്ലാതെ നമ്മൾ പയ്യൻ്റെ ജോലി കളയലില്ലല്ലോ. ലൈബ്രറിയൻ ഉണ്ട് കഴിച്ച് ഇവിടെ. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടായിരുന്നു. ഇതെന്തോ എന്താ ആർമഡിയിലോ? കേസ് ഞാൻ ആർമഡിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഗെയിമിൽ ഞാൻ കാണുന്നത്. എത്രയാ ഇതിനെ തപ്പി പോയിട്ടുണ്ട് കഴിച്ച് ഈ സാധനത്തിന്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതുണ്ടല്ല ഈ ആർമഡിയിലിനെ വെച്ചിട്ട് ഒരു XP ഫാം ഉണ്ടാക്കും കഴിച്ച്. അത് വെച്ച് ഇത് ഇവനെ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി ബോട്ടുണ്ട് അതിനകത്ത് കയറുമോ ഇതിന്? ഇവിടെ വെച്ച് കുഴപ്പമില്ല, പിന്നെ വല്ലതും വന്നെടുക്കാം. ഇവൻ പോകത്തില്ലായിരിക്കും, പിന്നെ സ്പോണാവായിരിക്കും. പക്ഷേ ഇവനെ വെച്ചൊരു XP ഫാം ഉണ്ട്, കിട്ടുള്ള XP ഫാം. അതും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക്. അങ്ങ് വരെ ചെല്ലണം. അയ്യോ കുറച്ചുകൊണ്ട് അതാണ് നമ്മുടെ വീട്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഏതാ ക്ലാസിക് ലുക്കല്ലേ ഗൈസ്. ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് സാപ്ലിംഗ് ഒക്കെ നട്ടു വെച്ചായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ മറ്റേ സീഡിൻ്റെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഈ അയൺ സ്പെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് ഒഴിക്കട്ട് ഗൈസ്. ഈ അയൺ എന്തായാലും നമുക്ക് കുറേ ആവശ്യം വരും. ഹോപ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ അയൺ വേണം. ഇത് ഒഴിക്കട്ട് ഗൈസ്. ഇത് വെച്ച് ഇതിൻ്റെ ട്രാപ്പ് ഡോർ എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ എനിക്ക് നോക്കണം. എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നണം, അതേപോലെ വെച്ച് നോക്കണം. അങ്ങനെ ഗൈസ് ഇതിൻ്റെ ട്രാപ്പ് ഡോർ അങ്ങനെ ഈ അക്കേഷ്യ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്, ചുമന്നിരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് നോക്കാം. ഗൈസ് ഞാൻ ഇതിപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ചൊരു പരിപാടി ഞാൻ സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ഇൻഫോർമേറ്റീവ് ആണല്ലോ. പോയി എവിടെ? എൻ്റെ കയ്യിലേ എവിടെ? ഇപ്പം സെറ്റായി. ഏതാ ഇത്? വൃത്തികേടാണോ? ഏയ് കുഴപ്പമില്ല, ഇരിക്കട്ടെ ഗൈസ്. എനിക്കില്ല, കുഴപ്പമില്ല, പോട്ടെ. പിന്നെ ആ ക്യാമ്പ് ഫയർ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്, നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. ഈ ക്യാമ്പ് ഫയർ വെച്ചിട്ട് പരിപാടി ഇതിനുണ്ടെങ്കിൽ നമുക്കൊരു എന്താ ചിമ്മിനി പോലെ സെറ്റ് ചെയ്യണം. അപ്പം ഈ സാധനം ഇവിടെ വെച്ചു. ട്രാപ്പ് ഡോർ അവിടെ കയ്യില്ല. ഇതെടുത്ത്
ഇവിടെ ഇരിക്കത്തില്ലേ? ഇരുന്നു. അപ്പം എന്നിട്ട് താഴോട്ട് പോയ അപ്പോൾ കഴിഞ്ഞ് മൂഞ്ചിയാ. ഇനി മേളിൽ മറ്റേ ഇത് വെക്കേണ്ട വരുമോ? ബ്ലോക്ക് വെച്ചിട്ട് അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് ക്യാമ്പ് ഫയർ വെക്കേണ്ട വരുമോ? പറ്റൂലെന്ന് തോന്നുന്നു. അയ്യോ, ഇനിയിപ്പോൾ എന്തിട്ട് ചെയ്യും? ഇതിന് എന്തോ ചെയ്യുന്നൊരു പിടിയില്ല. പണി പാളിയേ. പക്ഷേ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചാർക്കോളായിട്ട് കൈ കിട്ടും. അത് ഭയങ്കര വിഷയമാണ്. എനിക്ക് ക്യാമ്പ് ഫയർ വേണ്ട, അവിടെ ഒരു പുക മാത്രം മതി. അപ്പം അടയ്ക്കാവോ? അടച്ചാ. സെറ്റ്. ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തത്. ഓക്കെ. ഇവിടെ മണ്ടയ്ക്ക് ഇതെന്തൊരു ഓക്കെ. ഈ സൈഡൂടെ അതുകൊണ്ട് അടച്ച് വെച്ചേക്കാം ഗൈസ്. ഇപ്പോൾ ഒരു ചിമ്മിനിയായി. ചുമന്നത് രസമില്ലെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. നൈറ്റായി പോയി കിടന്ന് ഉറങ്ങാട്ടെ. ഇല്ല ഞങ്ങന്മാരാണ് അടിച്ച് തൂവി വിടും. തൂവത്തോ കിടന്നു. അപ്പം ഗൈസ്, എനിക്കറിയാം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്ത വീഡിയോ ആണ്. ഞാൻ ചുമ്മാ പോയി കുറച്ച് അയന കണ്ടുപിടിച്ചു, കോള് കണ്ടുപിടിച്ചു, കുറച്ച് സീഡൊക്കെ ഒപ്പിച്ചു, അതെല്ലാം കൊണ്ട് നട്ടു വെച്ച്. പ്രത്യേകിച്ച് ഒരു വിഷയമില്ല വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരുന്നതാണ്. അതിൻ്റെ അകത്ത് എന്തായാലും ഞാൻ കുറച്ച് സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കുറച്ച് വുഡ് എടുത്തിട്ട് എന്തായാലും എന്നാൽ പിന്നെ നമുക്ക് ആ സ്റ്റോറേജ് ഏരിയ അങ്ങ് സെറ്റ് ചെയ്യാം. ഏത് അതെങ്ങനെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് കുറച്ച് വുഡ് മതി. ഇപ്പോഴത്തെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള മതി. നമുക്ക് ബാക്കി പിന്നെ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യാം. ഈ മരം ഫുള്ള് കിളുക്കണം. ഇത് ഫുള്ള് എന്തായാലും നമുക്ക് വെട്ടിയെടുത്തേക്കാം. ഗൈസ്, എൻ്റെ ആണാക്സ് പൊട്ടിയായിരുന്നു. അത് നിങ്ങളായാലും കണ്ടായിരുന്നു. അതിനി പുതിയ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ, ചെടിപ്പോ. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പറയാൻ നോക്കി. ഇതിനകത്തോ സെറ്റ് ചെയ്യാം. ഗൈസ്, ഇത് വെച്ച് നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഉണ്ടാക്കണം. ടാങ്ക് എവിടെ? സ്റ്റക്കായ ആയി. അപ്പോൾ ഗൈസ്, ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ ആ സ്റ്റോറേജ് ഏരിയ അങ്ങ് സെറ്റ് ചെയ്യാം. 5 ചെസ്റ്റ് ഉണ്ടാക്കി, അതിനുള്ള വെള്ളമായിരുന്നു. അപ്പം ഇത് ഇവിടോട്ട് വരെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇടണം. ഇങ്ങനെ മേലോട്ട് തന്നെ 3 ഉണ്ടാക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല. സ്റ്റോറേജ് ഓപ്പൺ ആകും. ഈ ഫോണിലായതുകൊണ്ടാണ് ഇങ്ങനെ. ഒന്നും തോന്നരുത്. ഇല്ലെങ്കിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ആ സൈഡിലോട്ട് തന്നെ എങ്ങനെയാണ് വെക്കാം. പക്ഷേ മുകളിലോട്ട് 3 ഞാൻ തീർന്നു. ഇത് ഫുള്ള് വെട്ടിയെടുത്തേക്കാം. അതും പൊട്ടി. അയ്യോ, ഫുള്ള് ഒന്ന് ചിലവാണല്ലോ. ഇവിടെ ഇരിക്കട്ട്, നടുക്കൊരെണ്ണം ഇരിക്കട്ട്. ശരിയല്ലല്ലോ അത്. അയ്യോ, ഞാൻ എന്തൊരു കാണിക്കുന്നത് ഞാൻ. ഇതിനകത്തൊരു ചെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വെച്ച് അതിങ്ങടുത്ത് എന്തോണ്ടിരിക്കുന്നു. ഇവിടെ വാ. ഇതിവിടെ മണ്ടയ്ക്ക് കണ്ട ഇത് പൊട്ടിച്ച നടുക്കത്തെ സ്പേസ് വേണ്ട, ഒഴിക്കണ്ട. ഏറെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ തന്നെ ഇരിക്കും. ഇത് ഡബിൾ ചെസ് ആക്കിയേക്കാം. ബാക്കി 2 മണ്ടയ്ക്കോട്ട് വെക്കാം. ഇപ്പോൾ ഗൈസ്, തർക്കാനും ഇത് മതി. ഗൈസ്, എൻ്റെ ലെതർ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് 3 ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കി വെച്ചേക്കാം. ഇവിടെ ഒരു ഐറ്റം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലതായിരിക്കും. എന്തുവാ, സ്റ്റോൺ ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കൊണ്ട് ഓരോരുത്തർ വെക്കാം. മറ്റേ വെജിറ്റബിളൊക്കെ സാധനങ്ങളൊക്കെ അപ്പുറത്തോട്ട് വെക്കാം. ഇതിൻ്റെ അകത്തും തരം വെക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ലേ? ഡെയറേറ്റെങ്കിൽ ഡയറേറ്റ് അഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റോൺ ഐറ്റംസ് എല്ലാം എടുക്കട്ടെ. ഇതെന്ത് ഗ്രാമിൽ എല്ലാം ഉണ്ട്. ഇതൊന്നുമില്ല. അപ്പം ഇതെല്ലാം പറയും ഇതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം ഗൈസ്. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ ഫുൾ സൈഡിലോട്ടായിരിക്കും നമ്മുടെ സ്റ്റോറേജ് ഏരിയ വരുന്നത്. വേറൊന്നുമില്ല ഗൈസ്. ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാനുള്ളതൊന്നും ഇല്ല. നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിലായിട്ട്. ഇത് ബാക്കി സാധനങ്ങളെല്ലാം, ഈ ഫുഡ് ടൈപ്പ് സാധനങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴത്തെ പെട്ടിയ സൈഡിലോട്ട് വെക്കാം. അതെ, സ്പൈഡർ ആയിരുന്നു. അതിൻ്റെ അകത്ത് സാപ്ലിങ് അക്കേഷ്യ ട്രീ വെച്ച് എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ.
ചുമന്ന കളറാണ്. ഞാൻ ഇതുവരെ അതായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല ഒന്നും. കുറേ വീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ വീറ്റൊക്കെ ഇരിപ്പുണ്ട്. അത് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബ്രെഡ് കുറേ ഉണ്ടാകാൻ എൻ്റെ കയ്യിൽ 3 ബ്രെഡ് ഇരിപ്പുണ്ട്. ഏതാ അത് നമ്മൾ മുമ്പേ പോയി എടുത്തതാണ്. എൻ്റെ കുറേ ഗ്ലാസ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പുതിയ ബിൽഡിന് എന്തായാലും ഗ്ലാസ്സൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇവിടുത്തെ പറ്റി സെറ്റപ്പ് ഇതെനിക്ക് വേറെ ഐഡിയ ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേസ് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് തന്നെ താഴോട്ടൊരു അണ്ടർഗ്രൗണ്ട് സെറ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി. എന്താ പറയുക, എന്നുവെച്ചാൽ വീടിനകത്തുനിന്നായിരിക്കും താഴോട്ടുള്ള വഴി. അപ്പം അടിവശം ഫുള്ള് ഞാൻ അവിടുത്തെ മഡും സ്റ്റോണെല്ലാം ക്ലിയർ ചെയ്ത ഒരു സ്പേസ് പോലെ ഉണ്ടാക്കി. അവിടെ അത്രയും നമ്മുടെ ബാക്കി കുറേ സംഭവങ്ങളൊക്കെ താഴെ വരും. എൻചാൻറ്റിങ് ഉള്ള എൻചാൻറ്റിങ് മേളിലായിരിക്കും, ഈ ടോപ്പ് ലെവലിലായിരിക്കും എൻചാൻറ്റിങ് ഒക്കെ. അപ്പോൾ താഴെ നമുക്ക് അണ്ടർഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്യണം. അതിന് കുറച്ച് എന്തായാലും ടൈം എടുക്കുന്ന പരിപാടിയാണ്. അതങ്ങനെ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്ക്, അതേപോലെ ചെയ്യാം. വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ടൈം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ള പരിപാടിയാണ് ഈ ബെഡേ ചേർന്ന്. നമുക്ക് എന്തായാലും ഈ ബെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നെതറിലോട്ട് പോകുന്ന കാര്യം ആലോചിച്ച്. പക്ഷെ അതിപ്പോഴെന്തായാലും കാണൂല. നമ്മൾ കുറച്ച് ബിൽഡ് ചെയ്ത് കുറച്ച് ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ എന്തായാലും നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ഹാർഡ് കോർ ആയതുകൊണ്ട് മാത്രം. ഇല്ലെന്ന് ഞാൻ ആദ്യം നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കാൻ സെറ്റ് ചെയ്തതിന് റിസ്കി. നെതറിലാണ് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത്. ഈ നോർമൽ വേൾഡ് സർവൈവ് ചെയ്യുന്നതിനേക്കാളും നെതറിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. ഐ എം സോറി. നമുക്ക് അടുത്ത വീഡിയോസ് എല്ലാം സെറ്റാക്കാം. അപ്പോൾ ബൈ.